എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഈ ആഴ്ച മുഴുവൻ ഫാമിലി എല്ലാം കയറി നിരങ്ങുന്നതാണ് ബിഗ് ബോസ് ഹൗസിൽ. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് മത്സരാർത്ഥികൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ആകെ കളിക്കാനുള്ളത് അവിടെ ബെന്നിയും അതുപോലെ തന്നെ ബെന്നിയുടെ ഭർത്താവ് അവർ മാത്രമാണ് അവിടെ കളിക്കാനുള്ളൂ. വേറെ ആർക്കും കളിക്കാനില്ല. അതുകൊണ്ട് ഇന്നലെ പുതപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ബെന്നിയോട് ഭർത്താവ് പറഞ്ഞു കൊടുത്തു, അതേ നീ ഞാൻ വന്നു എന്ന് വിചാരിച്ച് നീ മിണ്ടാണ്ടിരിക്കരുത്. ഇവിടെ ഏറ്റവും അധികം ഈ കപ്പ് കൊണ്ടുപോകാനായിട്ട് പ്രതീക്ഷ പുറത്തുള്ളത് മുഴുവൻ അനീഷിനാണ്. അപ്പോൾ അതുകൊണ്ട് നീ അനീഷിൻ്റെ നെഞ്ഞത്തേക്ക് കയറുക. അനീഷിൻ്റെ നെഞ്ഞത്തേക്ക് കയറിയിട്ട് അനീഷിനെ അടിക്കുക. അനീഷിനെ അടിച്ചാലാണ് നിനക്ക് മുന്നിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ. അത് ഇന്നലെ ഒരു രാത്രി പുതപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അനീഷാണ് ഇപ്പോൾ പുറത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അനീഷ് കപ്പ് കൊണ്ടുപോകുന്നുള്ളതാണ് പ്രതീക്ഷ ജനങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് വോട്ട് അനീഷിന് ഒരുപാട് കയറി വരും. അപ്പോൾ നീ എന്ത് ചെയ്യണം? നീ അനീഷിനെ ടാർഗറ്റ് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പുതപ്പിൻ്റെ അടിയിൽ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. നേരം വെളുത്ത വഴിക്ക് ബെന്നി അങ്ങോട്ട് വലിയൊരു ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വന്നിട്ട് എന്നോ നടന്ന ഒരു കാര്യം, പഞ്ചാരയുടെ കാര്യം പറഞ്ഞിട്ട് അനീഷിനുള്ള കിച്ചണിലെ ക്യാപ്റ്റൻ അനീഷിനെ നെഞ്ഞത്തേക്ക് കയറി. അനീഷും വിട്ടു കൊടുക്കും. അനീഷ് പിന്നെ കയറണവനൊക്കെ മുത്തം കൊടുക്കല്ല. അപ്പോൾ ഇതൊക്കെ കയറി അവരവിടെ നിന്ന് നല്ല ഫൈറ്റ് നടക്കുക, ഗംഭീരമായിട്ട് ഫൈറ്റ് നടക്കുക. ആ ഫൈറ്റ് നടക്കണമൊക്കെ നോക്കിയിട്ട് അവിടെ വായി നോക്കിയിരിക്കേണ്ട ഒരാൾ ആരാണ്? ബെന്നിയുടെ ഭർത്താവ്. നമ്മൾ ഇന്നലെ പറഞ്ഞു കൊടുത്തു. ഭാര്യ അതുപോലെ തന്നെ അനീഷിനെ നെഞ്ഞത്തേക്ക് കയറിയിട്ടുണ്ട്. അവരവിടെ ഫൈറ്റ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കാണിക്കുക. അവിടെ അങ്ങോട്ട് കയറട്ടെ. അനീഷ് ഒന്നുമില്ലെങ്കിൽ ദേഷ്യം വന്ന് എൻ്റെ ഭാര്യനൊരു പെടങ്ങോട്ട് പെടച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല, അപ്പോൾ ഓപ്പോസിഷൻ പോയില്ലോ, പുറത്ത് പോയില്ലോ അതോടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തിൽ ചിരിച്ചിരിക്കുന്ന നമ്മുടെ ബെന്നിയുടെ ഭർത്താവിനെ നിങ്ങളൊക്കെ കണ്ടില്ലേ? സത്യമല്ലേ അത് ഞാൻ പറഞ്ഞത്? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അവിടെ പല ആൾക്കാരും ഭാര്യമാർ വന്നു, അത്യാവശ്യം ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വന്ന് എല്ലാവരും പിടിച്ച് പുറത്താക്കി. ഇവിടെ റിസോർട്ടിലേക്ക് മൂന്നാറിലേക്ക് ടൂർ വന്ന പോലെ ഇവിടെ കെടുക്കണ്, മട്ടൻ ബിരിയാണി തിന്നണ്, രണ്ടുപേരും കൂടി പുതപ്പിൻ്റെ ഉള്ളിൽ കെട്ടിപ്പിടിച്ച് കിടക്കണ്. അവിടെ ഒരുപാട് ആൾക്കാർ കല്യാണം കഴിച്ചിട്ടും കല്യാണം കഴിക്കാത്തവരും ഒക്കെ അവിടെയുണ്ട്. അവർ ഈ പേക്കൂത്ത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നില്ലേ? മനുഷ്യനല്ലേ, കമ്പിയാവില്ലേ? അപ്പോൾ അവർക്കൊക്കെ മാക്സിമം എന്തെങ്കിലും തോന്നണമെന്ന് വിചാരിച്ചിട്ടാണോ ഒരു ഫാമിലീനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ ഭർത്താവിനെയും കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ പുതപ്പിൻ്റെ ഉള്ളിൽ ഒരേ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കാനുള്ള അവസരം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു ഫാമിലി ഷോ അല്ലേ? കോടികൾ കാണുന്ന ഒരു ഷോ അല്ലേ? ആ ഷോയിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? മറ്റുള്ളവർക്കൊന്നും ഭാര്യമാരെ കൂടെ കിടക്കാനായിട്ട് യാതൊരു അവകാശവും. ബെന്നിക്ക് വന്ന് കിടക്കാം. അതിന് എന്താ പറഞ്ഞു, 7ൻ്റെ പനിയായ കാരണം അത് ചെയ്യാം. അതിനൊരു പവർ കിട്ടിയിട്ടുണ്ട്. ആ പവർ കൊടുത്തതാരാ? അതിന് 100 കൂടി കൊടുത്ത പവറാണ്. ആ പവറാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് അവിടെയുള്ള മത്സരാർത്ഥികളുടെ നെഞ്ഞത്തേക്കും പ്രേക്ഷകരുടെ നെഞ്ഞത്തേക്കും ഫാമിലി ഓഡിയൻസിൻ്റെ നെഞ്ഞത്തേക്കാണ് ഈ തരണത് ഈ കളികൾ. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണ്? മുമ്പ് തന്നെ ബെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭർത്താവിനോട് പറയുന്നുണ്ട്, എന്നെ ഇവിടെ എല്ലാവരും കുത്തിത്തിരിപ്പുകാരി എന്ന് വിളിക്കുക ചേട്ടാ, ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആദ്യം മുതൽ കുത്തിത്തിരിപ്പല്ല ചെയ്യുന്നത്, എല്ലാവരും നെഞ്ഞത്തേക്ക് കത്തിയ ഞാൻ കുത്തി കയറ്റി പറഞ്ഞത്. പക്ഷേ എന്നെ കുത്തിത്തിരിപ്പുകാരി ആക്കി. ഇവിടെ കുത്തിത്തിരിപ്പുകാരി വേറെ കുറേ ഉണ്ട്, ആരൊന്നും പറയണില്ല. ഞാനാ നീ എന്നെ കുത്തിത്തിരിപ്പുകാരി. നീ ലോക ഉടായ്പും ലോക കുത്തിത്തിരിപ്പുകാരി. അവിടെ ഉണ്ടായിരുന്ന സകല അടിക്കും കാരണം, പല ആൾക്കാർ പുറത്തു പോകാനും കാരണം നീ അടി കൂടെ നിൻ്റെ പണി നടക്കുന്നത്. മൂട്ടാണി വെച്ചിട്ടല്ലേ നീ താങ്ങണത്. അപ്പോൾ പിന്നെ അത് എങ്ങനെയാ അറിയുക? ഏറ്റവും ആദ്യം പോകേണ്ട വ്യക്തിയായിരുന്നു ഈ ബെന്നി. അതുപോലെ പോകേണ്ട ആളാണ് അവൾക്ക് കൂട്ടു നിൽക്കുന്ന ഒനിയിൽ. അവർ രണ്ടാൾക്കും കൂട്ടു നിൽക്കണവർ തന്നെ വിഷം ഉണ്ടായിരുന്നു. 3 വിഷങ്ങളായിരുന്നു. അതിനെ പിടിച്ച് പുറത്താക്കി നമ്മളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവൾക്ക് ചില 10-70 എപ്പിസോഡ് വരെ ഇവിടെ പുറത്താക്കാൻ പറ്റില്ല. ഇവിടെ ഓരോ തട്ടിപ്പ് കാണിച്ച് ക്യാപ്റ്റനായിട്ടും മറ്റേതായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കയറി വരിക. അതാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു കഴിവില്ലാണ്ട് വോട്ട് മാത്രം കിട്ടിക്കൊണ്ടും ഇങ്ങനെ ഓരോ കളികളിൽ രക്ഷപ്പെട്ടുകൊണ്ട് ഇവർ രക്ഷപ്പെട്ട് നിൽക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും ഈ ഫാമിലി നാടകം എത്രയും പെട്ടെന്ന് ഭർത്താവിനെ പിടിച്ച് പുറത്താക്കുക. അല്ലെങ്കിൽ തന്നെ ഈ ആഴ്ച മൊത്തം ബോറടിയും ശോകമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാമക്കടവിയും കൂടി അവിടെ കിടന്ന് നടക്കുക. അപ്പോൾ
ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഒന്നും കാണിക്കുന്നില്ലല്ലോ. അവിടെ കല്യാണം കഴിക്കാത്ത നമ്മുടെ ഇവണ്ട് നവീനുണ്ട്, അതുപോലെ തന്നെ കല്യാണം കഴിക്കാത്ത നമ്മുടെ അനുമോളുണ്ട്. പല ആൾക്കാരും കല്യാണം കഴിക്കാത്തവരുണ്ട്. ഭാര്യനെ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഇവർ കാണിക്കുന്ന ഈ ഓവർ ഡ്രാമ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഒരുമിച്ച് ഇരിക്കുന്നു, പാർക്കിൽ നടക്കണ പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏലോ ഒന്നും നടക്കണ്, മട്ടൻ ബിരിയാണി കൊണ്ടുവന്ന് തിന്നണതൊന്നും ഞങ്ങൾക്ക് ദഹിക്കണില്ല, അവിടുത്തെ മത്സരാർത്ഥികൾക്കും ദഹിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നോബിൻ എന്ന് പറഞ്ഞ നമ്മുടെ ബെന്നിയുടെ ഹസ്ബൻഡിനെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് പുറത്ത് എടുത്ത് ഒരാളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ TRP കുറയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇന്നലെ ഒരു തല്ലും ബഹളൊക്കെ ഉണ്ടായി. ഈ അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിശുക്കത്തിയാണ്. ഇന്നലെ പുറത്തുനിന്ന് നിന്ന് ഭക്ഷണം, വലിയ ഹോട്ടലിൽ നിന്ന്, സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരിക. ആ ഭക്ഷണം പുറത്തുനിന്ന് നമ്മുടെ ഫാമിലി ടാസ്ക് നടക്കാനുള്ളൂ. അപ്പോൾ അവിടേക്കൊക്കെ നല്ല ഭക്ഷണം കൊടുക്കേണ്ടതായിട്ട് മട്ടൻ ബിരിയാണി കൊണ്ടുവന്നത്. അവിടെ മട്ടൻ ബിരിയാണി കൊണ്ടുവന്ന ഈ അനുമോളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഇഷ്ടമുള്ളവർക്ക് അവൾ വലിയ കഷ്ണം ഇട്ട് കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് അവൾ ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കും. അതാണ് അവളുടെ തട്ടിപ്പ്. അവൾക്ക് അതിൻ്റെ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് അവൾക്ക് ഒരുമിച്ച് തിന്നും വേണം. അപ്പോൾ ആരിന് വന്നപ്പോഴും നമ്മുടെ ഷാനവാസിന് വന്നപ്പോഴും ചെറിയ കഷ്ണം കൊടുത്തു. ആരിന് ദേഷ്യം വന്നു, അതിൽ നിന്ന് വലിയ കഷ്ണം എടുത്തു, ഷാനവാസ് വലിയ കഷ്ണം എടുത്തു. ഇവളെ വിളമ്പാൻ നിർത്തി കഴിഞ്ഞാൽ അടി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇവളെന്തുണ്ടായി, വലിയ കഷ്ണമൊക്കെ ഓരോരുത്തരും മാന്തി എടുക്കാൻ നേരപ്പോൾ ഇവിടെ ആകെ പിണങ്ങി, ഇവൾക്ക് ആകെ കണ്ടങ്കാളി കയറി. അങ്ങനെ വേഗം ഇവള് പോയിട്ട് കട്ടിലും ഇരുന്നിട്ട് ഭയങ്കര കരച്ചിൽ. അയ്യോ ഞാനീ ഭക്ഷണം കഴിക്കില്ലേ, ഞാനിനി തിന്നില്ലേ, എത്ര ആൾക്ക് ഞാൻ ഊട്ടിയതാണേ. മനുഷ്യന് ആരെങ്കിലും ചാകുമ്പോൾ എങ്ങനെ നെഞ്ഞത്തടി ഒളി ഉണ്ടാവുക. ഇവളവിടെ ചെന്നിരുന്നിട്ട് പ്ലാച്ചിയുടെ അടുത്ത് വന്നിട്ട് പ്ലാച്ചിയോടും പറയുന്നുണ്ട്, അയ്യോ ഞാനിനി ചോറുണ്ടില്ല, മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണം ഞാൻ എല്ലാവർക്കും വയറ് നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഷാനവാസ് അലമ്പുണ്ടാക്കി, ആര്യൻ അലമ്പുണ്ടാക്കി, എല്ലാവരും കൂടി കൈയിട്ട് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തിന്നറതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തീട്ടല്ലടാ, നീയൊക്കെ എങ്ങനെയാണ്ടാ തിന്നണതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടാരടങ്ങി തുടങ്ങി. തിന്നാൻ പോലും അവിടെയുള്ള ആൾക്കൊരു സമ്മാനം കൊടുത്തില്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോമാനിയിൽ പോലും കണ്ടിട്ടില്ല ഇതുപോലെ ഭക്ഷണത്തിന് ദാരിദ്ര്യം പിടിച്ച കുറേ മത്സരാർത്ഥികൾ മട്ടൻ ബിരിയാണി കണ്ടപ്പോൾ അതിൻ്റെ കാല് വരെ കടിച്ച് പൊട്ടിച്ച് തിന്നുക. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നെവിനും അതുപോലെ തന്നെ അനുമോളും കൂടി വലിയൊരു പ്ലേറ്റിൽ മട്ടൻ ഇട്ടിട്ടുണ്ട്. നെവിൻ എന്നിട്ട് മട്ടൻ്റെ കാലൊക്കെ ഇട്ട് വീമ്പിട്ട് വല്ല, ഓ മട്ടൻ നല്ല മുറ്റാന്ന്. ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ തുറന്നിട്ട് ഇത്ര വർഷം പോകുന്നൊരു ഓരോ ഉരുളിയും മട്ടനും കൂടി കൊണ്ട് വായിലിടുന്ന കണ്ടപ്പോഴേ നമുക്ക് വരെ ബോധം പോയി. ഇവരൊക്കെ തീറ്റ പണ്ടാരങ്ങളാണ് തോന്നുന്നുണ്ട്. ഇതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ആർത്തി കാണിക്കുന്ന ഒരൊറ്റ സീസൺ ഉണ്ടായിട്ടില്ല. മട്ടൻ ബിരിയാണി വന്നവരെല്ലാവർക്കും കൂടി എല്ലാവർക്കും ഒരേപോലെ അളന്ന് കൊടുക്കുക. അതിനല്ലാണ്ട് എന്താ, അവൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അനുവിന് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ. ആരാണ്? ആതിര, നൂറ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ വന്നിരുന്ന് പറയുന്നുണ്ട്, അപ്പോഴേക്കും അവരെ തോഴിമാരിന്ന് പറയുന്നുണ്ട്, ആതിര നൂറ് നീ ഭക്ഷണം കഴിക്കാണ്ടിരിക്കരുത്, മട്ടൻ ബിരിയാണിയാണ്, നീ പോയിട്ട് ഭക്ഷണം കഴിക്കുക, ഇവിടെ പട്ടിണി കിടക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കില്ല, എനിക്ക് ഭക്ഷണം വേണ്ട, ഇവിടെയുള്ളവരൊക്കെ നാറികളാണ്, ഇവരൊക്കെ തിന്നതൊക്കെ തീട്ടായി പോകുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പണ്ടാരടങ്ങുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നിയതാണോ നിങ്ങൾക്ക് തോന്നാൻ പോയതാണോ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അനുമോളും ആതിരയും തമ്മിൽ ഗംഭീര ഫ്രണ്ട്സാണ്. ഇവരിയ്ക്കുമ്പോൾ തന്നെ ലാലേട്ടൻ വന്ന് വരുമ്പോൾ ഇവരിയ്ക്കുമ്പോൾ തന്നെ ഇവർ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇനി വിട്ടുപോകുമോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ അതുപോലെ തന്നെ അനുമോളെ ആതിരയ്ക്ക് ഗംഭീര ഇഷ്ടമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരാൾക്ക് കണ്ടങ്കാളി കയറുന്നുണ്ട്. ആർക്കാണ്? നൂറയ്ക്ക്. നൂറ് എന്താ വിചാരിക്കുന്നത്, എൻ്റെ ഭർത്താവിനെ ഇവള് കൊണ്ടുപോവോ, ഇനിയിപ്പോൾ ഇവൾ ഇനി ഒരു കല്യാണം കൂടിയും കഴിക്കുമോ എന്നൊരു പേടി നൂറയ്ക്കുണ്ട്. ഇപ്പോൾ നൂറ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്തായാലും എനിക്ക് വീട്ടിൽ പോകാമല്ലോ. ലാലേട്ടനോട് പറഞ്ഞതാ, ലാലേട്ട പെട്ടുപോയി, ലാലേട്ട എന്ത് ചെയ്യാനാ, ഇവളെ അടുത്ത് വന്ന് പെട്ടുപോയതല്ല, ഞാനിനി എന്ത് ചെയ്യും. ഇത് കയ്യിൽ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലിട്ട് അടിക്കല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. അതന്നെയാണ് നൂറപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കി അവൾ അപ്പോൾ പറയും, അതെ നിൻ്റെ വലിയൊരു രഹസ്യം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാനെടുത്ത് പുറത്തിട്ടാൽ നിനക്ക് ബിഗ് ബോസിൽ നിന്നല്ല ഈ ലോകത്തെ നിനക്ക് നിൽക്കാൻ പറ്റില്ല, അതുപോലെയാവും. എന്ത് രഹസ്യമുണ്ടാവുക, നമ്മളോടും കൂടി അറിയട്ടെ. ഇനിയിപ്പോൾ അവൾ അത്രയും വലിയൊരു അപരാധം ചെയ്ത ഒരു പാവം കുട്ടി, അങ്ങനെ ഒരു അപരാധം ചെയ്യുന്ന കുട്ടി അല്ലാന്ന് തോന്നുന്നുണ്ട്. അവൾ ആകെ അവൾ അറിയാണ്ട് ചെയ്തൊരു തെറ്റാണ്, അവളെ നിർബന്ധിച്ച് ചെയ്തൊരു തെറ്റാണ്. അവളെ കൊണ്ടുപോയിട്ട് ഒരു അറബി കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്തത്. അത് അവൾ ഓപ്പണായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം തൊട്ടാ വേറെ ഒന്നും ചെയ്തൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ നൂറ്, നീ എത്രയും പെട്ടെന്ന് ഇവളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന നല്ല സുന്ദരം
ചെക്കന്മാർ നിന്നെ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതാണ് നല്ലത്. അപ്പോൾ ഇവരെയും ആതിരയുടെയും അനുമോളുടെയും സ്നേഹം കാണുമ്പോൾ, ഇവരെ പ്രേമം കാണുമ്പോൾ എനിക്ക് സംശയം ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞോട് കൂടി ഇനി ഇവർ രണ്ടുപേരും പോയിട്ട് നൂറേനെ വഴിയിലാക്കി വിടുമോ, അല്ലെങ്കിൽ ഇനി രണ്ടുപേരും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് നടക്കുമോ എന്നറിയില്ല. പോരാത്തതിന് നമ്മുടെ അനുമോൾക്കാന്ന് വെച്ചാൽ ഒരു പ്രേമം ഉണ്ടായിരുന്നു. ആ പ്രേമം പൊളിഞ്ഞു പോയി ആകെ നിരാശയായി ആണുങ്ങളോട് തന്നെ വെറുപ്പായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെ ചിന്തിച്ചാലും തെറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്കത് ഷോ കാണുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും. ഈ ദമ്പതികൾ പലരോടും അടുത്ത് ഇടപഴകാറില്ല, ആരോടും ഇടപെടാറില്ല. ഈ അനുമോളോട് മാത്രം വളരെ ഇടപഴകി വളരെ സുഹൃത്തുക്കളായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ കാണേണ്ട വരുന്നുള്ളത് നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ ഇനി ഈ എപ്പിസോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെമ്പോ ഈ ഫാമിലി വരുന്ന എപ്പിസോഡിൽ കഴിഞ്ഞ സീസണിൽ അത് തന്നെ നടന്നു. അതേപോലെ തന്നെയാണ് ഈ സീസണിലും. ഒരു വലിയ കളികളൊന്നുമില്ലല്ലോ, ടാസ്ക് ഇല്ല, തല്ലൂട്ടില്ല, ബഹളില്ല. വരണ ഫാമിലീനെ വളരെ സന്തോഷത്തോടു കൂടി ആനയിക്കിന് അവർ സന്തോഷത്തോടെ അവിടെ പറഞ്ഞയക്കുന്നത് അത് അത്യാവശ്യമാണ് അവരുടെ ഫാമിലിയൊക്കെ വരുമ്പോൾ. പക്ഷേ അതോടുകൂടി പ്രേക്ഷകർക്ക് കാണാനില്ല. അത് വലിയൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ സീസണിൽ ഈ അവസാനം മോഹൻലാൽ വന്നാലും ഇവരോടൊന്നും അധികമായിട്ട് ചോദിക്കാനില്ല. ടാസ്കുകളൊന്നും നടന്നിട്ടില്ല, വീക്കിലി ടാസ്കുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും വിശദമായിട്ട് ചോദിക്കാനും ഇല്ല. വെറുതെ രണ്ടാളെ പിടിച്ച് പുറത്താക്കുക. ഇപ്രാവശ്യം രണ്ടാളെ പിടിച്ച് പുറത്താക്കുന്നില്ല, ഒരാളെ പിടിച്ച് പുറത്താക്കണോ എന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനിയോട്ട് ശനിയാഴ്ചയിലത്തെ ഷൂട്ടിങ് വെള്ളിയാഴ്ചയിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തമിഴ് ബിഗ് ബോസ് തുടങ്ങുകയാണ്. തമിഴ് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ രണ്ടിനും കൂടിയിട്ട് ഒരു ടീം തന്നെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും വീക്കെൻഡ് ഇവിടെയും വീക്കെൻഡ് ആകുമ്പോൾ ഷൂട്ടിങ്ങിന് അങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെള്ളിയാഴ്ചയാക്കി. അപ്പോൾ വെള്ളിയാഴ്ച ഷൂട്ടിങ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വ്യാഴാഴ്ച വരെ വോട്ടിംഗ് ഉള്ളൂ. വ്യാഴാഴ്ച കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ലാലേട്ടൻ വന്ന് ഷൂട്ടിങ് നടത്തി കഴിഞ്ഞാൽ ശനിയാഴ്ചയിലത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ലാലേട്ടൻ പോകും. അപ്പോൾ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നലത്തെ പ്രശ്നങ്ങൾ. ഇന്നലെ നമുക്ക് ബിഗ് ബോസിനോട് നമുക്ക് താണ് കേണ് അപേക്ഷിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇനി ഫാമിലികൾ വരാനുണ്ട്. ഇതുപോലെ തന്നെ ഒരു കപ്പിൾസിന് അവിടെ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത്, മട്ടൻ ബിരിയാണിയും കൊടുത്ത്, ഒരു ബെഡും കൊടുത്ത്, ഒരു പുതപ്പും കൊടുത്ത്, അവിടെ കിടന്ന് ലാത്താനായിട്ട് അവിടെ കിടന്ന് പൂവാലൻ്റെ പോലെ ലാത്താനായിട്ട് നടക്കുന്നതും, അത് കഴിഞ്ഞ് ഇവരെ ലവ് ട്രാക്കും അവരെ ഉമ്മ വയ്ക്കലും അവരെ കെട്ടിപ്പിടുത്തം ഇതൊന്നും കാണാൻ പ്രേക്ഷകർക്ക് തീരെ താല്പര്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ പല ആൾക്കാരും കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യമാർ ഉപേക്ഷിച്ച് വന്ന് നിൽക്കണവരാ, കല്യാണം കഴിയാത്തവരുണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കമ്പിയാവും. ഇതിപ്പോൾ നമുക്കും നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മളവിടെ ഇരിക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ കമ്പിയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കമ്പി പരിപാടികളൊക്കെ മറ്റുള്ളവരെ കമ്പിയാക്കുന്ന പരിപാടികൾ ബിഗ് ബോസ് നിർത്തുക. ഇങ്ങനെയുള്ള ഫാമിലിനെ കൊണ്ടുവന്ന് അവരെ മുഴുവൻ രാത്രിയിൽ ഇവിടെ തങ്ങണ കാര്യം നിർത്തുക. അവർ വന്നോട്ടെ, കാലത്ത് വന്നോട്ടെ, ബിരിയാണിയാ മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണി എന്ത് പണ്ടാറമണിയിലും കഴിച്ച് രാത്രി സ്ഥലം വിടുക. രാത്രി കിടന്ന് ഉറങ്ങണ നേരത്ത് ഇവരവിടെ കിടന്ന് ഭാര്യയുടെ അടുത്ത് ഭർത്താവിനെ കയറ്റാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളൊരു സിംഗിൾ റൂം ഉണ്ടായിക്കോട്ടെ, അവരവിടെ ഒരുമിച്ച് കിടന്നോട്ടെ. അപ്പോൾ പിന്നെ ആരും നോക്കാൻ നടക്കില്ല, ആരും CCTV വെച്ച് നോക്കില്ലല്ലോ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ നാളെ പറയാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നമ്മുടെ സബ്സ്ക്രൈബർക്കും പുതിയ സബ്സ്ക്രൈബർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.